എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമും ഉജാലയുടെ 3 തുള്ളി ഒഴിച്ചാൽ മതി, പുതിയതുപോലെ തിളങ്ങും. അപ്പോൾ എല്ലാവരും എൻ്റെ കൈ ഇരിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും, ഒരു ഉജാലയാണ്. ഇതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. ഈ ഉജാല വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ക്ലീൻ ചെയ്യാനും എല്ലാം ഉപയോഗിക്കാം. നമ്മളെല്ലാം ബാത്റൂം അല്ല ആഴ്ച ഒരിക്കലോ അല്ല 2-3 ദിവസം കൂടി ഇരിക്കുകയൊക്കെ കഴുകാറുണ്ട്. ആ കഴുകിയാലും ഈ പറയുന്ന ലോഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിയാലും ക്ലീൻ ആവുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. കൂടെ മറ്റൊരു ഐറ്റംസ് എന്ന് പറയുന്നത് ഉപ്പാണ്. നിങ്ങൾ ഈ ബാത്റൂമിന്റെ തറ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഉള്ളടം ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അവിടേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് വേണ്ടത് ഉജാലയാണ്. 2-3 തുള്ളി ഉജാല ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് കൂടി ഇടണം. ഞാൻ വീണ്ടും പറയുകയാണ്, മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ചെയ്യരുത്. അതിനുശേഷം നമ്മുടെ എല്ലാം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ആണ്, അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ചാൽ മതി. ഉരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അതിലുണ്ടായിരുന്ന കറയായാലും പ്രത്യേകിച്ചും കരിമ്പിനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഉപ്പും ഉജാലയും ഉരച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കാണിക്കാം. നിങ്ങൾക്ക് ക്യാമറയിലൂടെ എന്തും വേണ്ടി വ്യത്യാസം മനസ്സിലാകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ വൃത്തിയാകും. നമ്മുടെ ബാത്റൂം ഉണ്ടാകുന്ന കരിമ്പനായാലും അല്ലെ ആ സോപ്പ് കൊണ്ടുള്ള തെന്നലായാലും അങ്ങനെയുള്ള അഴുക്കുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോകും. കരിമ്പൻ ഉറപ്പായിട്ടും പോകും. എല്ലാവരും ഇപ്പോൾ ബാത്റൂമിനുണ്ടെങ്കിൽ കരിമ്പനുണ്ട്. വെള്ള ടൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കരിമ്പൻ പറ്റിയത് അറിയാൻ പറ്റും. ആ പറ്റുന്ന കരിമ്പനുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. എല്ലാവരും ഈ രീതി ഒന്ന് ചെയ്തു നോക്കണം.